ഹലോ, വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു കിഴങ്ങും ക്യാപ്സിക്കും കൊണ്ടുള്ളൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണേ. എന്ന് വെച്ചാൽ ഭയങ്കര ലൂസായിട്ടുള്ളതല്ല, തിക്കായിട്ടുള്ള ഗ്രേവിയുള്ളൊരു കറി ഉണ്ടാക്കാൻ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കിഴങ്ങും ക്യാപ്സിക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിന് വേണ്ടി സ്റ്റൗ കത്തിക്കാം. ഈ കിഴങ്ങ് ചൂടാവട്ടെ പാത്രം. ഏത് രീതി വേണമെങ്കിലും നമ്മൾ കണ്ടിക്കും. വലിയ 2 കിഴങ്ങാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഏത് രീതി, ഇപ്പോൾ ഈ രീതിയിൽ തന്നെ കണ്ടിക്കണമെന്നില്ല. ഇങ്ങനെ രണ്ടായിട്ട് കഷ്ണങ്ങളായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളില്ലേ, അതുപോലെ കണ്ടിച്ചെടുക്കാം. പിന്നെ അതുപോലെ എന്തുവാ ക്യാപ്സിക്കം, അതും ഞാൻ നീളത്തിലരിഞ്ഞിട്ടേക്കുന്നേ, നീളത്തിൽ വീതിയോടുകൂടി. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും ഒരേ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഏത് രീതി വേണമെങ്കിലും കട്ട് ചെയ്യാം. അപ്പോൾ അടുപ്പ് ചൂടാവട്ടെ. ഇതിനകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നേ. നമ്മൾ എണ്ണ ചൂടായേ, ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ നല്ല ജീരകമില്ലേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകമൊക്കെ പൊട്ടിയേ, ഇതിനകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തേ. നമ്മൾ ഈ ഇഞ്ചിയുടെയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ച മണമില്ലേ, അതൊന്ന് മാറട്ടെ. നമ്മൾ ഇതൊക്കെ മൂത്തേ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ല ഇതായി. ഇനി ഇതിനകത്ത് ഒരു സവാള, ഒരു വലിയൊരു ഇടത്തരം സവാളയും ഒരു ഇടത്തരം തക്കാളിയും കൂടെ മിക്സിയിലിട്ടടിച്ചതേ. ഇതിൻ്റെ പച്ചമണം നല്ലതുപോലെ മാറണം, ഈ സവാളയുടെയും തക്കാളിയുടെയും. ഇതിനകത്ത് സവാളയും കൂടെ ഇല്ലേ, അന്നേരം സവാളയുടെ തക്കാളിയുടെയൊക്കെ പച്ചമണം നല്ലതുപോലെ മാറണം. എണ്ണ നല്ല തെളിഞ്ഞ് വരും, എപ്പോഴും മുരിഞ്ഞ് വരുമ്പോൾ സവാള ഉള്ളിയൊക്കെ നല്ല അതിൻ്റെ പച്ചിപ്പ് മാറുമ്പം നമ്മൾ ഒഴിച്ച എണ്ണ മൊത്തവും തെളിഞ്ഞ് വരും. അതുവരെ ഇത് ഇളക്കി കൊടുക്കണേ. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഞാൻ മൂത്ത് വരുന്നുണ്ട്. ഇനി ഇത് ഞാൻ ഈ സവാളയ്ക്കൊരു പച്ച കുത്തലില്ലേ, ഭയങ്കരമായിട്ടും അരച്ച സവാളയായതുകൊണ്ട് കയ്പ്പ് വരും. അല്ലെങ്കിൽ നമ്മളെ തക്കാളിയും സവാളയൊക്കെ നല്ല മൂത്തിട്ടുണ്ടേ. ഇനി ഇതിനകത്ത് ഞാൻ തീ കുറയ്ക്കേ, നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ള് കായം, ഒരു നുള്ള്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യേ. തീ കൂട്ടി കൊടുക്കാം. നമ്മൾ പൊടിയുടെയൊക്കെ
ഈ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞപ്പൊടിയല്ല, മഞ്ഞപ്പൊടി വെളിയിൽ നിന്ന് മേടിക്കുന്ന പൊടി തന്നെ, കടയിൽ നിന്ന് മേടിക്കുന്നത്. പക്ഷേ മുളക് പൊടിയും മല്ലിപ്പൊടിയും വീട്ടിൽ പൊടിക്കുന്ന പൊടിയാണ് എപ്പോഴും നമ്മുടെ കറികൾക്ക് വീട്ടിൽ പൊടിക്കുന്ന പൊടി ഉപയോഗിച്ചുള്ള കറിയാണ് ഏറ്റവും ടേസ്റ്റ്. ഏത് കറി വെച്ചാലും അങ്ങ് ഭയങ്കരമായിട്ട് ചെറുതായിട്ടൊന്ന് മല്ലി ചൂടാക്കിയ കുറേശ്ശെ കുറേശ്ശെ എടുത്ത് ചൂടാക്കുക, ഒരുമിച്ച് പൊടിച്ച് വെക്കണ്ട. കുറച്ച് ഒരാഴ്ചത്തേക്കുള്ളത് ഒന്ന് ചൂടാക്കി മൈക്രോവേവ് ഉണ്ടെങ്കിൽ മൈക്രോവേവിനകത്തൊരു ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. മഴയൊക്കെ ഉള്ളപ്പോഴേ അങ്ങനെ പൊടിച്ച് വെക്കുക. ഇപ്പം അടുപ്പിലിട്ടായാലും ചീനിച്ചട്ടിയില്ലേ, അതിനകത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കുക. ഭയങ്കര വ്യത്യാസമാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമ്മൾ പൊടിക്കുന്നത്. ഇനി ഇതിൽ കുറച്ച് ഗരം മസാല, 1 ടീസ്പൂൺ ഗരം മസാല, ഇനി ഇതിനകത്ത് നമ്മൾ ഈ കിഴങ്ങില്ലേ അതും ഇട്ട് കൊടുക്കുക. ഞാൻ ഉപ്പിട്ടിട്ടില്ലേ. ഇനി തീ ഒന്ന് കുറച്ച് കൊടുക്കണം. നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. തീ കുറച്ചിട്ടേക്കാണ്, തീരെ കുറഞ്ഞ തീയിലാണ്. ഒരു മിനിറ്റ് ഇട്ടാൽ മതി. ഞാൻ 3 ടേബിൾ സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. പുളി ഇല്ലാത്ത തൈരായിരിക്കണേ. പിന്നെ പുളി ഇഷ്ടമുള്ളവർക്ക് പുളിയുള്ള തൈര് എടുക്കാം. ഇതിനകത്ത് 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയിട്ടേ, അതൊന്ന് നല്ല മിക്സ് ചെയ്യാം. നമ്മളെ കറി നോക്കേ. ഇനി ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒന്നുകൂടെ അടയ്ക്കേ. തീ കുറവാണേ. നമ്മുടെ കിഴങ്ങ് നോക്കേ. വീണ്ടും 1-2 മിനിറ്റ് ആയിപ്പം. ഇനി ഇതിനകത്ത് ഇത് ഇഷ്ടമുള്ളവരിട്ട് കൊടുത്താൽ മതിയേ. അല്ല, ഇഷ്ടമുള്ളവരല്ല ഇതിടണം. കസൂരി മെത്തി 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കണേ.
ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നില്ലേ തൈരും പെരുംജീരകപ്പൊടിയിട്ട് അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേ. പുളി വേണ്ടവർക്ക് പുളിയുള്ള തൈര് എടുക്കാം. ഞാൻ പുളി ഇല്ലാത്ത തൈരാണ് ഈ കറിക്കെടുക്കുന്നത്. നല്ല ടേസ്റ്റായി കറിയേ. നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. നല്ല ഇളക്കണേ. നല്ല ഇളക്കി 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 തൈരിൻ്റെയൊക്കെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറത്തില്ലേ, അതുവരെ നല്ലപോലെ ഇളക്കി കൊടുക്കണം. നമ്മളെ തൈരൊക്കെ നല്ല മണമൊക്കെ മാറി ആ തൈരിൻ്റെ ഒരു പച്ചമണമൊക്കെ ഇല്ല, നല്ല ഉരുകി നല്ല കിഴങ്ങുമായിട്ടങ്ങ് പിടിച്ചേ. ഒരു 3-4 മിനിറ്റ് ഇട്ട് ഇളക്കണേ. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. കിഴങ്ങ് വേവട്ടെ. കുറച്ചുകൂടെ വെള്ളം മതി. ഇനി നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇങ്ങനെ കിടക്കട്ടെ, തീ കുറയ്ക്കൊന്നും വേണ്ട, ഇങ്ങനെ കിടക്കട്ടെ. നമ്മൾ കിഴങ്ങ് ഇട്ടിട്ടൊരു 4-5 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്ന് തീ കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കിഴങ്ങൊക്കെ വേവ് നോക്കട്ടെ. കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം അല്ലേ, അതിട്ട് കൊടുക്കേ. ഇനി ഇതിനകത്ത് ഒരു സവാള കേട്ടോ. ആ സവാള കുഞ്ഞായിട്ടല്ല അരിഞ്ഞിടുന്നത് കണ്ടോ, ഇതേപോലെ വലിയ 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 പീസായിട്ട് തളതളായിട്ട് കണ്ടോ, അത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടെ നോക്കിയിട്ട് നമുക്കിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു കൊടുക്കേ, ഒന്ന് കവർ ചെയ്ത് വെക്കാം. അധികം ഒന്ന് വെന്ത് കുഴഞ്ഞൊന്നും പോകണ്ട, ക്യാപ്സിക്കം അല്ലേ അധികം വേവൊന്നുമില്ല, സവോള അധികം വേവണ്ട. ചെറിയ തീയിലിരുന്ന് ഒരു മീഡിയം തീ കിടന്ന് ഒരു 3-4-5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ഇരിക്കട്ടെ. നമ്മളെ കറി നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അത്രയങ്ങ് അരപ്പില്ലേ, ഒരു കുഴന്നിരിക്കുന്ന. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഒരു ശകലോട് ഉപ്പ് വേണം. ഇതിനകത്ത് ഒരു നുള്ള് പഞ്ചസാര,
പഞ്ചസാര ആവശ്യമില്ലാത്തവർക്ക് ഇടണ്ട, പഞ്ചസാര ഇട്ടാൽ നല്ല ടേസ്റ്റ്. ഒരു നുള്ള്. ഇനി ഒന്നും ഇല്ല. ഇനി ഇത് ഇച്ചിരി മല്ലിയിലയും കൂടെ ഇടണേ. കുറച്ച് മല്ലിയിലയും കൂടി ഇതിനകത്തിട്ട് കൊടുക്കാം. ഇത് ടേസ്റ്റ് ഒന്നും ഈ കറി വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഞാൻ അടയ്ക്കൊന്നും ചെയ്യുന്നില്ല. ഞാനത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാൻ പോവേ. തീ ഓഫാക്കുവേ. നമ്മുടെ ഈ കറി ഒന്ന് സെർവിങ് ബൗളിലോട്ട് മാറ്റേ. ഈ കിഴങ്ങൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അങ്ങ് ഉടഞ്ഞു പോകരുത്. ഉടഞ്ഞു പോയാൽ കറിക്കൊരു ടേസ്റ്റ് കുറയും. ഒരുമാതിരി അങ്ങ് ചപ്പാത്തിക്കൊക്കെ കഴിക്കാനാണെങ്കിൽ അയ്യോ, ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നല്ലതാണ്. കണ്ടില്ലേ നമ്മളെ ക്യാപ്സിക്കവും കിഴങ്ങും കൊണ്ടുള്ള കറി അടിപൊളി കറിയാണ്. അത്ര ടേസ്റ്റായി കറി. അപ്പോഴും ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഒന്ന് പറയണേ ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വന്നേ.